നാശം നിനക്കില്ല. എന്റെ ബീഫല്ലേ പോയത്, നിനക്കില്ല. ഏതാ പോർക്ക്? ആരാ പോർക്ക് പറഞ്ഞ? 70 രൂപീസ് സംതിങ് ഉണ്ടോ ഊണിന്? 70 രൂപയ്ക്ക് നിങ്ങൾക്ക് സിവിൽ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് കഴിക്കാൻ ഏറ്റവും ബെറ്റർ. കാരണം ഇരിഞ്ഞാലവിടെ വന്നിട്ട് എന്താ പറയാ, 70 രൂപയ്ക്ക് ഊണ് നിങ്ങളുടെ തൊട്ടുമ്പത്തണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ബസ് കയറി പോകേണ്ട ആവശ്യമില്ല. അല്ല, നാളികേര കൊത്തിട്ട ബീഫ് ഇവനെ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. എന്തായാലും ഇരിഞ്ഞാലക്കുട വന്നിട്ട് ഒരു നാടൻ ഊണും ഇത്തിരി പോർക്കറച്ചും കൂടി കഴിച്ചില്ല എന്നാണെങ്കിൽ അത് സെറ്റാവില്ല. ഇപ്പം ഞാനുണ്ട്, നാശുണ്ട്, പിന്നെ ഇനി അഭിരാം ഉണ്ട്. അഭിരാം അതെ അതെ, തല കാണിക്കാത്തൊരു പോട്ടെ. അഭിരാം കുറച്ച് ഷൈയാണ്, അതുകൊണ്ട് അഭിരാം ഫേസ് കാണിക്കില്ല എന്നാണ് പറയണത്. ഇവിടെ നാശ് ഉണ്ട്, നാശ് ഫേസ് തല കാണിച്ച വള്ളി കിട്ടുന്നത്, വള്ളികൾ വരുന്നുള്ള പ്രശ്നം ഷയ്യാന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഞാനും നാശും ഉണ്ട്, അഭിരാം ഇപ്പൊ വരും. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പൊ നേരെ ഊണ് കഴിക്കാൻ പോവാ. അതും ഷോപ്പ് ഏതായിരുന്നു? ഷോപ്പിന്റെ പേര് നമ്മൾ പറയുന്നത് മറന്നു. ഷോപ്പിന്റെ പേര് വഴി മാത്രം അറിയുള്ളൂ. അതെ, ഇരിഞ്ഞാലക്കുടയിലാണ്. ഇരിഞ്ഞാല പറയുന്നതായിരിക്കും. ഓക്കെ, നാശ് എന്താണ് കഴിക്കാൻ? ഇത്തിരി പോർക്കിറച്ചി, നല്ല മാങ്ങാക്കറിയും കൂട്ടി ചോറ് മിക്സ് ചെയ്ത് കുറച്ച് പോർക്ക്. നമ്മള് ഊണ് കഴിക്കുന്ന സ്ഥലത്തെത്തേക്കാണ്. ഇതാണ് ഷോപ്പ് വരുന്നത്, ഇരിഞ്ഞാലക്കുടയുള്ള ഹോട്ടൽ വിനയൻ. ദേ കൂടെ നാഷ് ഉണ്ട്, അതേപോലെ തന്നെ അഭിറാം ഉണ്ട്. സ്ഥലത്തേക്ക് ഇറങ്ങി നോക്കാം. ദൈവത്തെ എന്നെ അടിച്ച് വീഴാണ്ടിരുന്ന അറിയായിരുന്നു. അങ്ങനെ എല്ലാം നാശേ അതെ, ഫുഡിന് വേണ്ടി വെയിറ്റ്. ഇങ്ങനെ ഊണ് വന്നു, ഇനി സ്പെഷ്യൽസിന് വേണ്ടിയാണ് വെയിറ്റ്. സ്പെഷ്യൽസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഊണ് എങ്ങനെ എടുത്ത് ട്രൈ ചെയ്തു. ചെറിയൊരു ഊണും എവിടെ സ്പെഷ്യൽസ്? നാശം എവിടെ സ്പെഷ്യൽസ്? അങ്ങനെ സ്പെഷ്യൽസ് വന്നു. പോർക്കിൻ്റെ ബീഫിനെ കൊടുത്തിട്ടു. അത് ബീഫിലായി പ്രശ്നം ഉണ്ടാകുന്നത്. നീ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ ചെമ്മീൻ വന്നത് നാശം നിനക്കില്ല. എന്റെ ബീഫല്ലേ പോയത്, നിനക്കില്ല. ഏതാ പോർക്ക്? ആരാ പോർക്ക് പറഞ്ഞ? എല്ലാം പോവും. ചെമ്മീൻ കഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം തിന്നു. ശരി, എന്തത് നല്ല തേങ്ങ കൊത്തോട്ട് വെച്ച ബീഫ് ഒന്നും പറയണ്ട. പോരാതിന് ചെമ്മീനും കൂടി ഇങ്ങനെ എടുക്കാം. ചെമ്മീൻ ചോറും സെറ്റ്. വളരെ റേറ്റ് കുറവാണ് അടുത്ത ഫുഡിന്. കൊച്ചിനെ ആശനെ പിടിച്ചു. എനിക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു കിട്ടാതെ എനിക്ക് പേടി. ഷോപ്പ് എത്ര നാളായി? 25 പണ്ടായി തുടങ്ങി. 25. അന്ന് ഞാൻ എൻ്റെ അമ്മി മാത്രം വെച്ച് ഇത്തിരി ചോറും കൂടാനും മീൻ വറുത്തതും ഉണ്ടാവും, സാമ്പാറുണ്ടാവും, മീൻകറി ഉണ്ടാവും. ഒന്നിന് മാത്രം ഉണ്ടായുള്ള ഇത്തിരി കൂടി കുറച്ച് നാളായിട്ട് ഒരു കൊല്ലത്തിനുണ്ടാവണുള്ളൂ. ഇത് ഇത്രയും മേനായിട്ട് അന്ന് മേടിച്ചു കൊണ്ട് തീർക്കും. അവനൊന്ന് വെച്ച് നാളെ വരുമാന അവൻ മേടിച്ചു കൊണ്ട് വന്നിട്ടാണ് ഞങ്ങള് ബീഫും പുറപ്പും കക്കൂസ് ശരിയാക്കുക. മീനൊക്കെ പിന്നെ നമ്മൾ തലേ ദിവസം നാക്കും പുറത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് ഇന്ന് വന്നെത്തും. അങ്ങനെയൊക്കെ ചെയ്ത് അന്നാണ് കൊടുക്കണത്. കാറുകളൊക്കെ ഞങ്ങളുടെ ഇതില്ലാതെ ഇനി ഉണ്ടായിരുന്നില്ല. അത് ഈ കോടതിയിൽ വരുന്നവര് വന്നു പോവും. അങ്ങനെ സാധാ ഊണല്ലത്. ഞാനോടെയുള്ള ഒരു വേക്ക് വരെ ഈ കാട് ഉണ്ടെന്ന് അറിയില്ല. ഊണിനപ്പോ 70 രൂപ. ഊണിന് 70 രൂപ, പോർക്കിനൊക്കെ 100ആയിരുന്നു. ഇപ്പൊ കൂട്ടിയതാ. ഇറച്ചിക്കൊക്കെ വില വെള്ളേ. മീനൊക്കെ പിന്നെ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് വില കൂട്ടി കുറച്ച് വില കുറഞ്ഞാ കുറച്ച് കൊടുക്കും. ഇവന്റെ എല്ലാ ആൾക്കാരും ഇവിടെ അതിട്ട് ഇവരെ അറിയില്ല എടുത്തത്. അത് പിന്നെ നമ്മുടെ നാട്ടുകാരല്ലോ, നല്ലത് പറയില്ലല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയേക്കാണ്. എന്തായാലും ഒരു വീട്ടിലെ ഫുഡ്, വീട്ടിലെ ഊണ്, പോർക്കിറച്ചി,
അതേപോലെ തന്നെ ബീഫ് റോസ്റ്റ് അത്തന്നെ തേങ്ങാക്കുട്ട് കൊത്തക്കിട്ട ബീഫ് റോസ്റ്റ്. പിന്നെ പറയാനായിട്ടുള്ളത് മീൻചാറ്. ഒന്നും പറയാനില്ല. ഇതൊരു ഹിഡൻ സ്പോട്ടാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും അറിയില്ല ഇരിഞ്ഞാലക്കുടയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിരാമിന് പോലും അറിയില്ല ഇരിഞ്ഞാലക്കുടയിലെ ഡാവാണ്, എന്നിട്ട് അവനറിയില്ല. അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സ്ഥലം അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക. ഇവനെ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ ഗൈസ്.